ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിൽ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ എണീച്ചു, ജസ്റ്റ് ഒന്ന് വീടിൻ്റെ അവിടേക്കൊന്ന് നടന്നു കേട്ടോ. ജസ്റ്റ് തടി കുറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല, കുറയാൻ നോക്കിയിട്ട് കുറയുന്നുമില്ല. അപ്പോൾ എന്തായാലും ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. രാവിലെ കഴിച്ചൊന്ന് നടന്നു, വീഡിയോ ഒക്കെ എടുത്തു, നേരെ കിച്ചണിലേക്ക് പോയി. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ ഉണ്ട്, ബിരിയാണി പായസമൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അടുക്കളയിൽ ചെന്നപ്പോൾ രാവിലത്തേക്ക് ഉണ്ടാക്കി വെച്ചിരുന്നത് ചമ്മന്തിക്കറിയും അപ്പമായിരുന്നു കേട്ടോ. ഉമ്മയുടെ ഉമ്മായ ആണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. കൂടുതലും വീട്ടിയുമായാണ് കുക്ക് ചെയ്യുന്നത്, പിന്നെ ഉമ്മായും കുക്ക് ചെയ്യാറുണ്ട്. ഞങ്ങളൊന്നും അങ്ങനെ കയറാറില്ല. കയറിയാലും വല്ല നമ്മൾ കഴിച്ച പാത്രം കഴുകി വയ്ക്കുക, അതൊക്കെയാണ് ചെയ്യാറ്. പിന്നെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനാണ് കുക്ക് ചെയ്യാറ് കേട്ടോ. ഞാനും അനിയനൊക്കെയാണ് കുക്ക് ചെയ്യാറ്. പിന്നെ ഭയങ്കര ഇതിൽ പറയുന്നതല്ല ഞാൻ, അല്ലെങ്കിൽ ഞാൻ കയറുന്നില്ല എന്ന് പറയുന്നതല്ല, അവർ കയറ്റാത്തതാണ്. നമ്മളിപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ അമ്മയ്ക്കൊക്കെ അവരെ കിച്ചൺ അവരെ ഇത് ആ ഒരു മൈൻഡല്ലേ. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ അവർ തന്നെ ചെയ്തോളാം എന്നാണ് പറയാറ്. അപ്പോൾ രാവിലെ തന്നെ അവരിതാ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം തൊലിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. സവാള ചിക്കൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഷബ്ന ഒന്ന് പോത്തങ്കോട്ട് കടയിൽ പോയി ചിക്കൻ എടുത്തിട്ട് വരാൻ പറഞ്ഞു. പാപ്പാക്കൊരു പോത്തങ്കോട് ഒരു ചിക്കൻ സ്റ്റാളുണ്ട്. അപ്പം ഞാൻ നേരെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ ഇപ്പം ഈ പോത്തങ്കോട് മംഗലപുരം റോഡ് നല്ല രീതിയിൽ പണിയൊക്കെ ചെയ്ത് 2 വശത്ത് ഇൻ്റർലോക്കൊക്കെ ചെയ്ത് മറ്റേ കൈപിടി പാതയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൈപിടി പാത എന്ന് തന്നെയാണ് പറയുന്നത്, എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് നല്ല ഭംഗിയാണ്. പിന്നെ ഈ നമ്മുടെ ഇപ്പോഴത്തെ രാവിലെ ഡിസംബർ അല്ലേ, നല്ല തണുപ്പും മറ്റുമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ വണ്ടി ഓടിച്ച് പോകാൻ നല്ല സുഖമായിരുന്നു കേട്ടോ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ഈ സൺഡേയും കൂടെ അല്ലേ, വളരെ തിരക്ക് കുറവായിരുന്നു കേട്ടോ റോട്ടിൽ. പിന്നെ ഒരു 7:30 മണി 8 മണിയൊക്കെ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കടയിലെത്തിയപ്പോഴത്തേക്കാണ് വാപ്പ ചിക്കനുമായിട്ട് വീട്ടിലോട്ട് വന്നു എന്ന് അവിടെ നിൽക്കുന്ന പയ്യൻ പറഞ്ഞു. അങ്ങനെ പിന്നെ കടയിൽ കുറച്ച് ഫോട്ടോയും ഇതൊക്കെ എടുത്തു. നമ്മുടെ കടയിൽ നാടൻ കോഴിയൊക്കെ ഉണ്ട് കേട്ടോ. നാടൻ കോഴി, അങ്ങനത്തെ പൂവൻ കോഴി അതൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിടാറുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് പിന്നെ സൺഫ്ലവർ ഓയിലും തൈരും മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൊയ്ത്തൂർക്കുണത്തെത്തി കടയിൽ കയറി സൺഫ്ലവർ ഓയിലും തൈരും ഒക്കെ മേടിച്ച് നേരെ വീട്ടിലെത്തിയപ്പോഴത്തേക്കാണ് ഞാൻ ആ നഗ്നമായ സത്യം മനസ്സിലാക്കിയത്. അപ്പവും ചമ്മന്തിക്കറിയും തീർന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കഴിച്ചു, ഞാൻ കഴിച്ചിട്ട് പോയെന്നാണ് അവർ വിചാരിച്ചേ. പിന്നെ ഒരു നിവൃത്തിയില്ല, നേരെ അപ്പുറത്ത് കുഞ്ഞുമാരെ വീട്ടിലേക്ക് പോയി. കുഞ്ഞുമാരെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് കുഞ്ഞുമ്മ ദോശയും ചമ്മന്തിയാണ് ഉണ്ടാക്കിയത് കേട്ടോ, സാമ്പാറും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരു ദോശ മതി എന്നുള്ളത് കൊണ്ട് കുഞ്ഞുമ്മ പെട്ടെന്ന് എനിക്ക് ചുട്ട് തന്നു കേട്ടോ. അങ്ങനെ ഞാൻ ദോശയും ചമ്മന്തിക്കറിയും കുഞ്ഞുമ്മയുടെ ഒരു ചെറിയ ഒരുപാട് ഇതൊന്നും ഇടാത്തൊരു സാമ്പാറുണ്ട് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അതും കൂട്ടി കഴിച്ചു. എന്നിട്ട് നേരെ വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേക്ക് ചിക്കനൊക്കെ അവിടെ ഇരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ അനിയൻ ഇങ്ങനെ സവാളയൊക്കെ അരിയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യാണ്. നമ്മുടെ ഈ ഇത് വെക്കാനും ചിക്കൻ വെക്കാനും ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ജോലികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ ഞാൻ നമ്മുടെ ഈ യൂട്യൂബിൽ വീഡിയോ ഇടാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ഒരുപാട് വർഷങ്ങളുണ്ട് ആഗ്രഹമാണ്. ഈ കൊറോണ ടൈം തൊട്ടേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് യൂട്യൂബിൽ നീ വീഡിയോ ഒക്കെ ഇടുമെന്ന്. പക്ഷേ നമുക്ക് അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇടാനായിട്ട് ഒരു മടിയാണ്, സത്യം പറഞ്ഞാൽ മടിയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ 2-3 ദിവസം കൊണ്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്ന ടൈമിലായാലും എഡിറ്റ് ചെയ്യുന്ന സമയത്തായാലും വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തായാലും ഒക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, എത്ര 30, 45, 50 മിനിറ്റൊക്കെയാണ് ഓരോരുത്തരും അവരവരുടെ ചാനലിൽ വോയിസ് ഓവർ ചെയ്ത് തന്നെ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ അവരെന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ വീഡിയോസ് ഇടുന്നത് എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു റെസ്പെക്റ്റ് തോന്നുകയാണ് കേട്ടോ. നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഇടുന്ന സമയത്ത് ഓരോരുത്തരും അടിയിൽ വന്ന് കമൻറ്റ് ഇടാറുണ്ട്, ചുമ്മാ ഇരുന്ന് വീട്ടിലിരുന്ന് പൈസ കിട്ടുകയാണ്, അതാണ് ഇതാണ് ഫെയിം കിട്ടുകയാണെന്നൊക്കെ. അവർ നല്ലപോലെ കഷ്ടപ്പെട്ടാണ് വീഡിയോ ഇടുന്നത് കേട്ടോ. അത് ഈ ഒരു 2 വീഡിയോ കണ്ട് തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ ബിരിയാണി പരിപാടിയിലേക്ക് തന്നെ തിരിച്ചു വരാം. ബഹ്റിൻ സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അവൻ ബഹ്റിനിലാണ് നിൽക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അവൻ ഈ ഒരുപാട് സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം അവരുടെ എല്ലാം സ്റ്റൈലും കൂടി പിടിച്ചിട്ടുള്ളൊരു ബിരിയാണിയാണെന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ അവൻ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ കൂടുതൽ അവൻ യൂസ് ചെയ്യുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ എരിവിന് വേണ്ടിയിട്ട് അതല്ല കേട്ടോ. മുളക് പൊടിയൊന്നും യൂസ് ചെയ്യാതെ കൂടുതൽ യൂസ് ചെയ്യുന്ന പച്ചമുളക്, ഇഞ്ചി അങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിരിയാണി നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മത്തൊന്നും കയറത്തില്ല. നമ്മൾ ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ലൈറ്റ് ആയിട്ടുള്ളൊരു ബിരിയാണി ആയിട്ടേ നമുക്ക് തോന്നത്തുള്ളൂ. അങ്ങനത്തെ ചിക്കനുള്ള സവാളയൊക്കെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 കിലോളം സവാളയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 1 കിലോ തക്കാളി കറക്റ്റ് വേണം എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് നിർബന്ധിപ്പിച്ച് 1 കിലോ തക്കാളി അളന്ന് തൂക്കിയതാ
അരിയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. പായസം വെക്കുന്നുണ്ട് കേട്ടോ, ബർമസലിയാണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് ചൗരി ഇതാ തിളപ്പിക്കുകയാണ്. അത് വേറൊരു അടുപ്പിൽ ഉമ്മ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അങ്ങനത്തെ ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, തൈര് ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് മാറ്റി വെക്കും കേട്ടോ. അതിരുന്നൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ നല്ലതായിരിക്കും. ദം ചെയ്താണ് കേട്ടോ ബിരിയാണി വെക്കുന്നത്. ദം ബിരിയാണിയാണ് വെക്കുന്നത്. നമ്മുടെ വീട്ടിൽ സാധാരണ നെച്ചോറ് വെച്ചിട്ട് അതിന് നമ്മൾ ലാസ്റ്റ് പ്ലേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇത് മിക്സ് ചെയ്ത് എടുക്കുന്നത്. ഇപ്പോൾ അവൻ ആണ് ഇങ്ങനെ ദം ചെയ്ത് നമുക്ക് വെക്കാം, ദം ബിരിയാണി മതി എന്നുള്ള രീതിയിൽ ദം ബിരിയാണിയിലോട്ട് തിരിഞ്ഞത്. അങ്ങനെ അതൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് പിടിപ്പിച്ച് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വിഭവങ്ങളെന്ന് പറയുന്നത് ബിരിയാണി, ചിക്കൻ ഫ്രൈ, പിന്നെ എൻ്റെ വക സ്പെഷ്യൽ ഒരു പാൽപ്പായസം കേട്ടോ. ഞാൻ നന്നായിട്ട് ബർമസലി ഉണ്ടാക്കും. നന്നായിട്ടെന്ന് പറയാൻ കാരണം സ്വയം പുകഴ്ത്തി പറയുന്നതല്ല കേട്ടോ, എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തന്നെ ഒരുപാട് കുടിക്കാറുണ്ട് ഈ ബർമസലി വെക്കുമ്പോൾ. അങ്ങനെ ഉള്ളി, സവാളയും നമ്മുടെ തക്കാളിയും എല്ലാം കൂടെ നല്ല രീതിയിൽ വഴട്ടി, പച്ചമുളകൊക്കെ കണ്ടോ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ വഴട്ടിയൊക്കെ എടുത്ത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തു, കുരുമുളക് പൊടി കുറച്ചിടും കേട്ടോ, കുരുമുളക് പൊടി, പിന്നെ കാശ്മീരി ചില്ലി കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി ചില്ലി ഇട്ട് നല്ല രീതിയിൽ ഇളക്കിയെടുത്തു. അതിൻ്റെ ഇടയിൽ മല്ലിയില, ഒരുപാട് മല്ലിയിലയൊക്കെ ചേർക്കും കേട്ടോ. മല്ലിയില അരിയാൻ പറഞ്ഞു, ഞാൻ മല്ലിയിലേക്ക് അരിയാണ്. മല്ലിയിലേക്ക് നല്ല രീതിയിൽ അരിഞ്ഞു. അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പോയിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള ഇതെല്ലാം വറുത്തോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നെയ്യിൽ വറുക്കുകയാണ്. വറുക്കാനായിട്ട് ടിന്നൊക്കെ ഇങ്ങനെ നെയ്യൊക്കെ ഇങ്ങനെ, അതൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് അല്ലേ നമുക്ക്. നെയ്യൊക്കെ വീട്ടി അത് നമ്മൾ നെയ്യ് ഇങ്ങനെ വറുത്ത് കോരുമ്പോൾ ഒരു മണമുണ്ട്. എന്ത് മണമെന്നറിയാവോ. എനിക്കിങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നതാണ് കേട്ടോ സന്തോഷം. നമ്മൾ വലിയ വലിയ ജോലികൾ ചെയ്യുന്നേക്കാളും ചെറിയ ചെറിയ ജോലികൾ ചെയ്താൽ നല്ല സന്തോഷമാണ്. പിന്നെ ഇത് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ പിറകി തിന്നുകൊണ്ടും ഇരിക്കാം. അങ്ങനെ അണ്ടിപ്പരിപ്പ് ഇട്ടു, മുന്തിരി ഇട്ടു. അതിനുശേഷം ചിക്കൻ്റെ അടുത്തേക്ക് ഞാൻ പോയി നോക്കി കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ ഈ ഗ്യാസിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ 4 ഭാഗത്ത് നമുക്ക് തീ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വേവ് കറക്റ്റ് ആവത്തില്ല. അങ്ങനെ പിന്നെ അവൻ പെട്ടെന്ന് ഉമ്മ അടുത്ത് പറഞ്ഞു വെളിയിൽ അടുപ്പ് കൂട്ടാൻ പറഞ്ഞു. അങ്ങനെ ഉമ്മ പെട്ടെന്ന് നമ്മുടെ വെളിയിലത്തെ അടുപ്പിലോട്ട് തീ കത്തിച്ച് അങ്ങനെ ചിക്കൻ എടുത്തുകൊണ്ട് വന്ന് വെളിയിൽ വെച്ചു. അപ്പം നമുക്ക് ഈ വെളിയിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഈ 4 ഭാഗത്തും കറക്റ്റായിട്ട് തീ എത്തുന്നത് കൊണ്ട് തന്നെ വേവ് കറക്റ്റായിരിക്കും. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അതിനുശേഷം ഞാൻ വീണ്ടും തിരിച്ച് വന്ന് എൻ്റെ സവാള വറുക്കുക എന്ന പണിയിലേക്ക് തന്നെ തിരിഞ്ഞു. അത് കഴിഞ്ഞ് സവാളയും നമ്മുടെ ക്യാഷ്നട്ടും റൈസിൻസും എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. മല്ലിയിലയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യും കേട്ടോ. ഇത് എല്ലാ ഐറ്റംസും കൂടി മിക്സ് ചെയ്തിട്ടാണ് കുറച്ച് നേരം പുരട്ടി വെച്ചേക്കും. എന്നിട്ട് നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ മുകളിലോട്ട് വിതറിയാണ് എടുക്കുന്നത് കേട്ടോ. സൺഡേ എന്ന് പറയുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന ദിവസമല്ലേ, ആർക്കും ജോലിക്കൊന്നും പോകാത്ത ദിവസമായതുകൊണ്ട് നല്ല രസമാണ്. നമ്മുടെ അവിടെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നു, അത് നമ്മൾ കഴിക്കുന്നു, പിന്നെ വൈകിട്ട് പുറത്തൊക്കെ പോകുന്നു, അങ്ങനെയൊക്കെ നല്ല രസമായിരിക്കും. അങ്ങനത്തെ നമ്മുടെ റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം ദുൽഖർ സൽമാൻ്റെ പടമുള്ള അരി എന്നാണ് പറഞ്ഞ് കടയിൽ പോയി വാങ്ങിക്കാനായിട്ട് അവൻ പറഞ്ഞു വിട്ടത്. അങ്ങനെ ഞാൻ അങ്ങനെയാണ് കടയിൽ പോയി വാങ്ങിച്ചത് കേട്ടോ. അവിടെ കടയിൽ ചെന്നിട്ട് ദുൽഖർ സൽമാൻ്റെ പടമാണോ എന്ന് ചോദിച്ചു വാങ്ങിച്ചു. പക്ഷേ അതിന് സെക്കൻഡ് ക്വാളിറ്റി അരിയാണ് അവർ തന്നതെന്നാണ് എൻ്റെ അനിയൻ അവകാശപ്പെടുന്നത്. 4 കപ്പ്, വലിയ കൈപിടി കപ്പിന് 4 കപ്പ് അരിയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അതിലേക്ക് 6.5 കപ്പ് വെള്ളവും വെച്ച് പട്ട, ഗ്രാമ്പൂ എല്ലാം ഇട്ട് അരി ഒന്ന് ഹാഫ് വേവിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. റോസ് ബ്രാൻഡ് അരിയാണ് എൻ്റെ അടുത്ത് വാങ്ങിക്കാൻ പറഞ്ഞത് കേട്ടോ. പക്ഷെ ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് റോസ് ബ്രാൻഡ് എന്ന് പറഞ്ഞ് തന്നത് ഒരു ഇളം പച്ച കളറ് ദുൽഖർ സൽമാൻ്റെ പടമുള്ളൊരു ചാക്കിൽ നിന്നാണ് എനിക്ക് എടുത്ത് തന്നത്. പക്ഷേ ഞാൻ ഗൂഗിളിൽ പിന്നീട് വന്ന് ഇവൻ പറഞ്ഞതിന് ശേഷം സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ റോസ് ബ്രാൻഡിൻ്റെ അരി വേറെ ഒരു ചാക്കാണ് കേട്ടോ ഗൂഗിളിലൊക്കെ കാണിക്കുന്നത്. അങ്ങനെ അതിനുശേഷം ചോറ് പകുതി വേവിൽ വെന്തിട്ടുണ്ട് കേട്ടോ. പകുതി വേവിൽ അതിനെ വേവിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ദം ചെയ്യാനാണ് പോകുന്നത്. അങ്ങനെ ദം ചെയ്യാനുള്ള പ്രോസസ്സിലേക്ക് പോകണം. നമ്മളെപ്പോഴും ബിരിയാണി നമ്മൾ ദം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹാഫ് വേവിൽ തന്നെ നമ്മളത് റൈസ് നമ്മൾ എടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി അങ്ങ് കുഴഞ്ഞൊരു പരുവത്തിലേക്ക് അത് പോകും. അത് ഭയങ്കര നമുക്ക് പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവത്തില്ല. നമ്മൾ വെള്ളമൊക്കെ മിക്സായി കഴിക്കുന്ന പോലെ ആയിരിക്കും. അങ്ങനെ ദം ചെയ്യാനായിട്ടുള്ള പാത്രം, നമ്മൾ ചോറ് വേവിച്ച പാത്രത്തിലാണ് ദം ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലീനാക്കി കഴുകിയൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇറച്ചി വെന്ത് കിടപ്പുണ്ട്. അപ്പോൾ ഈ ഇറച്ചിയിൽ ചേർത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാശ്മീരി ചില്ലി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഗ്രാമ്പൂ, പട്ട, അങ്ങനത്തെ സ്പൈസസ് എല്ലാം ചേർത്ത് തൈര് ഒരുപാട്, ഒരു 500 തൈര് ചേർത്തിട്ടുണ്ട് കേട്ടോ.
1/2 ലിറ്ററോളം തൈര് ചേർത്ത് 1 കിലോ സവാളയൊക്കെ ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. ഈ കറിക്ക് തന്നെ ഒരു പ്രത്യേക രുചിയായിരുന്നു കേട്ടോ. അങ്ങനെ അതിൽ അധികമായിട്ട് വരുന്ന വെള്ളം നമ്മുടെ ദമ്മിൻ്റെ മുകളിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് കോരി എടുക്കുകയാണ് കേട്ടോ. നമ്മളെ ചിക്കൻ വെന്തതിൽ വെള്ളം ഇനി നമ്മൾ ഒരുപാടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ പൊടിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്, ഇപ്പം തന്നെ ഒരു ഹാഫ് വേവ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കി വന്ന ആ ഒരു അതിലുണ്ടായിരുന്ന എക്സസ് വാട്ടർ ഇങ്ങ് കോരി എടുക്കുകയാണ് കേട്ടോ അവൻ. ഇതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ മൈദ ഇതിൽ ദം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൈദയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ദം ചെയ്യാൻ നേരത്തെ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും കൂടി വന്നിട്ടാണ് നമ്മൾ നിന്ന് ദം ചെയ്യുന്നത്. അങ്ങനെ ഇത് അവിടെ തറയിലോട്ടൊക്കെ വെച്ച് അരിയൊക്കെ വെച്ച് ഞാനും അവനും അവിടെ ഇരിക്കുന്നുണ്ട്. വീഡിയോ എടുക്കാനായിട്ടാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. എല്ലാവരും പറയുന്നുണ്ട് നിൻ്റെ ഫോൺ ഇപ്പം ഇതിൽ പോവും, നിൻ്റെ ഫോൺ ഇപ്പം അതിൽ പോവും എന്ന് സംസാരിക്കുന്നുണ്ട്. എന്നാലും ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. നമുക്ക് വീഡിയോ ആണല്ലോ മുഖ്യം. ലെയറായിട്ട് ദം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചിക്കൻ വെച്ച പാത്രത്തിൽ തന്നെ ദം ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒറ്റ ലെയർ മാത്രം ഇട്ടിട്ടാണ് ദം ചെയ്തിട്ടുണ്ടായിരുന്നത്. റൈസ് മൊത്തം ഇട്ടിട്ട് അതിൽ നമ്മുടെ ഈ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാഷ്നട്ട്, റൈസിൻസ്, പിന്നെ നമ്മുടെ മല്ലിയില, പുതിനയില ഇതെല്ലാം കൂടി നല്ല രീതിക്ക് മിക്സ് ചെയ്ത് അത് ഈ ഫസ്റ്റ് ഒരു ലെയറിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിടുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഞാനൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു. വറുത്ത് വെച്ച സമയം മുതൽ ഏകദേശം 11 മണിക്ക് വറുത്ത് വെച്ചെങ്കിൽ 12 മണി 12:30ക്കാണ് ദം ചെയ്യുന്നത്. അത്രയും നേരം നല്ല ലാവിഷായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ബിരിയാണിക്ക് കളർ വരുന്നത് ഇതൊക്കെ ഇടുമ്പോഴാണല്ലേ. എന്ത് ഭംഗിയെന്ന് നോക്കിയാണ് ആ വീഡിയോയിൽ തന്നെ. പിന്നെ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ പുറത്തേക്ക് വീണ്ടും ബാക്കി വന്ന റൈസ് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇട്ടിട്ട് നമ്മുടെ ഈ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വാട്ടർ ഉണ്ടല്ലോ, ഈ ചിക്കനിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വാട്ടറും അതിൻ്റെ മുകളിലിട്ട് നെയ്യ് ഇട്ടിട്ടുണ്ടായിരുന്നു. നെയ്യും ഇട്ട് നല്ല രീതിയിൽ അതിനെ ദം ചെയ്യാനായിട്ട് റെഡിയാക്കുകയാണ്. നെയ്യ് ഉരുക്കിയാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ നെയ്യ് ഉരുക്കി എടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കട്ടയായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന സ്ഥലത്ത് മാത്രമായിരിക്കും അത് എത്തുന്നത്. അല്ലാതെ ഇങ്ങനെ ഉരുക്കിയിട്ട് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലത്തും തുള്ളിയായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഈ നമ്മുടെ ഈ ഇറച്ചിയിൽ നിന്ന് എടുത്ത വാട്ടറാണ് കേട്ടോ. ആ വാട്ടർ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല രീതിക്ക്. അതും ഒരു കളറ് തരുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ മറ്റേ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അത് വറുത്ത് വെച്ച എല്ലാ സാധനങ്ങളും കൂടെ മിക്സും കൂടെ ഇട്ട് നമ്മുടെ മൈദ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുഴച്ച് വെച്ച ഇത് വെച്ചിട്ടാണ് ദം ചെയ്തത് കേട്ടോ. നല്ല രീതിക്ക് മൈദ മാവ് നല്ല ടൈറ്റ്, നമ്മൾ ഈ ഉരട്ടിയൊക്കെ കുഴക്കത്തില്ലേ, ഉരട്ടിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മളിപ്പോൾ 3 കിലോളം അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. 3 കിലോ അരിക്ക് നമ്മൾ ഏകദേശം 450 ഗ്രാമോളം നമ്മൾ നെയ്യ് യൂസ് ചെയ്തിട്ടുണ്ട്. നെയ്യ് എടുത്തിട്ടുണ്ട്. വേറെ എണ്ണകളൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നെയ്യ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു 3 കിലോ സവാള യൂസ് ചെയ്തിട്ടുണ്ട്. 1 കിലോ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ 1 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് തൈരുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ കൊഞ്ച് ബിരിയാണി വെക്കുമ്പോഴും ചിക്കൻ ദം ചെയ്യുമ്പോഴൊക്കെ തൈര് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക തരം ഒരു ടേസ്റ്റാണ് കേട്ടോ. ദമ്മ് ചെയ്യാനായിട്ട് നമ്മൾ അടുപ്പിൽ കനലിൽ വെച്ചിട്ടാണ് ദം ചെയ്തത് കേട്ടോ. കനലിൽ നമ്മൾ ഈ മൈദ മാവൊക്കെ ഇട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് അതിനെ നമ്മൾ കൊണ്ടുപോയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു കലത്തിൽ കുറച്ച് വെള്ളം കൊടുത്തു, വെയിറ്റിനായിട്ട് കൊടുത്തിട്ടാണ് ദം ഇട്ടിട്ടുണ്ടായിരുന്നത്. നല്ല രീതിക്ക് ദം ഇട്ടു. അടുത്തതായിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ പായസവും ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ. ചിക്കൻ ഫ്രൈക്ക് ഇതുവരെ പുരട്ടി വെച്ചില്ല എന്നുള്ള കാര്യം അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ പെട്ടെന്ന് സാധനമൊക്കെ എടുത്തിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈക്ക് കുഴയ്ക്കാനായിട്ട് പോയി. ചിക്കൻ ഫ്രൈക്ക് നമ്മൾ ഒരു മുട്ട ചേർത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മൾ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചേർത്ത് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി അങ്ങനെ വീട്ടിലങ്ങനെ എപ്പോഴും ഉണ്ടാക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇന്നലത്തെ ദിവസം എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ എപ്പോഴും ചോറും മീൻകറിയും ചമ്മന്തിയും ഇതൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അതിനാണ് ടേസ്റ്റ് കൂടുതലും. പിന്നെ വല്ലപ്പോഴും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുന്ന സമയത്തും, പിന്നെ അവൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരുപാട് ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ. അല്ലെങ്കിൽ വളരെ കുറവാണ്, പുറത്തുനിന്ന് വല്ലപ്പോഴൊക്കെ വാങ്ങിക്കുന്നത് തന്നെയാണ്. പിന്നെ എല്ലാവരും വീട്ടിൽ ഒരുപാട് ഫുഡ് അങ്ങനെ കഴിക്കാറുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനോടൊന്നും വലിയ പ്രോത്സാഹനം ഉമ്മായും വീട്ടിയുമായി നമുക്ക് തരാറുമില്ല. അവരുണ്ടാക്കുന്ന ചോറും കറിയും കിഴങ്ങും മീനും പൊരിച്ചതും തോരനും ഇതൊക്കെയാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറയുന്നത്. ദമ്മ് ചെയ്യുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ, ആ ഒരു പച്ചപ്പും അതിനെല്ലാ കളറും എല്ലാം കൂടെ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുഴച്ചിട്ട് ഇതിലേക്ക് വെള്ളം പോലെ ആക്കിയിട്ട് അത് നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ബിരിയാണിക്ക് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്.
എനിക്കെപ്പോഴും നമ്മുടെ ചിക്കൻ ബിരിയാണിയിൽ കഴിക്കാൻ ഇഷ്ടമെന്ന് പറയുന്നത് നല്ല കളറൊക്കെ ഉള്ള നല്ല ചിക്കൻ വറുത്തൊക്കെ ഉണ്ടാക്കിയ ബിരിയാണിയാണ് കേട്ടോ എനിക്ക് കഴിക്കാൻ ഇഷ്ടമെന്ന് പറയുന്നത്. അതിന് നമുക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടല്ലേ, ആ ടേസ്റ്റ് നമ്മുടെ നാടൻ ടേസ്റ്റ്. പിന്നെ ഞാൻ ഒരിക്കലേ മലപ്പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അവിടുത്തെ ബിരിയാണി ഞാൻ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി എന്ന് പറയുന്നത് മലപ്പുറത്ത് നിന്ന് കഴിച്ച ബിരിയാണിയാണ്. നല്ല ടേസ്റ്റായിരുന്നു മട്ടൻ ബിരിയാണി. വാവ്, മട്ടനൊക്കെ എന്ത് രുചിയായിരുന്നു. ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണത്തിന് പോയതായിരുന്നു. അപ്പോൾ കല്യാണത്തിന് അവിടെ നിന്ന് നല്ല രീതിയിൽ ബിരിയാണിയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഏറ്റവും സൂപ്പർ ബിരിയാണി എന്ന് പറയുന്നത് അതാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി തന്നെയാണ് നല്ലത്. നമ്മൾ ഓവർ മസാലാസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, നമ്മൾ അധികം സൺഫ്ലവർ ഓയിലോ അങ്ങനത്തെ ഓയിൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ നെയ്യാണ് യൂസ് ചെയ്ത് ബിരിയാണി വെക്കുന്നത്. അപ്പം നെയ്യ് അത്ര ആരോഗ്യത്തിന് ഹാനികരമല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അത് നല്ല ഇഷ്ടമാണ്. നമ്മളിവിടെ ഒരു 14 പേർക്ക് വേണ്ടിയിട്ടായിരുന്നു ഇത്രയും 3 കിലോ അരിയും ചിക്കനും ഫ്രൈയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനും ഉണ്ടായിരുന്നു, രാത്രി കഴിക്കാനും ഉണ്ടായിരുന്നു, പിന്നെ പിറ്റേ ദിവസത്തേക്കും കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് 3 കിലോ അരിയൊക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ ഒരു 20 പേർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. 20 പേര് പ്ലസ്. പിന്നെ കുറച്ച് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഒരു 14 പേര് തന്നെ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 7-8 പേര് രാത്രിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി പിന്നെ ഞങ്ങൾ കുറേശ്ശെയാണ് കഴിച്ചത്. അങ്ങനെ ഫ്രൈഡ് പ്രോസസ്സിലേക്ക് അങ്ങനെ പോവാണ്. കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, കുറച്ച് ഇഞ്ചി ചതച്ചത്, കോൺഫ്ലവർ, ഒരു മുട്ട ഒക്കെ ചേർത്തിട്ടായിരുന്നു നമ്മൾ ചിക്കൻ കുഴച്ചിട്ടുണ്ടായിരുന്നത്. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ നല്ല തിളച്ച എണ്ണയിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കന്. പിന്നെ നമ്മൾ ഒരു 1/2-3 മണിക്കൂറെങ്കിലും നമ്മൾ ചിക്കൻ അതിൽ മസാലകളെല്ലാം പിടിക്കാൻ വേണ്ടി നമ്മൾ വെക്കണം. ആ വെക്കുമ്പോഴായിരിക്കും ഒരുപാട് ടേസ്റ്റ്. പിന്നെ ഞാൻ ആദ്യമൊക്കെ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള, തക്കാളിയൊക്കെ ഞാൻ അരച്ചിതിൽ ചേർക്കുമായിരുന്നു. പക്ഷേ അത് ചിക്കൻ കരിയും കേട്ടോ. നമ്മൾ ഈ പൊടിയെല്ലാം കൂടെ ലാസ്റ്റ് കരിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ മസാല എല്ലാം കരിഞ്ഞ് അതൊരു ടേസ്റ്റ് ഇല്ലാത്ത രീതിയിലേക്ക് പോകും. പിന്നെ പണ്ടൊക്കെ സിമ്മിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. സിമ്മിൽ വെച്ചിട്ട് വേവിക്കാൻ പറയും. അങ്ങനെ സിമ്മിൽ വെച്ചിട്ട് വേവിച്ച് ചിക്കൻ ഒരുപാട് ഹാർഡായി പോകാറുണ്ട്. അപ്പോൾ ഇപ്പം അങ്ങനെ ചെയ്യാറില്ല. നല്ല തീയിൽ നല്ല ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ ചിക്കൻ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ ഇതെല്ലാം മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചിക്കനൊക്കെ ഇട്ട് നല്ല രീതിയിൽ പുരട്ടി അങ്ങ് വെക്കും. പുരട്ടി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മാക്സിമം ഒരു 1/2 മണിക്കൂറെങ്കിലും നമ്മൾ എത്ര അത്യാവശ്യം ഉണ്ടെങ്കിലും ചിക്കൻ ഫ്രൈ നമ്മൾ മസാല പിടിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ചിക്കൻ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. ഞാൻ എപ്പോഴും കടയിലൊക്കെ പോയിട്ട് ചിക്കൻ ഫ്രൈ മാത്രം വാങ്ങിച്ച് കഴിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ചിക്കൻ ഫ്രൈ മാത്രം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ചായ കുടിക്കാനൊക്കെ ഞാൻ എടുക്കാറുണ്ട്. അങ്ങനെ ഉപ്പൊക്കെ ഇടുകയാണ്. ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൈകുന്നേരം വാഴയ്ക്കാപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വാഴയ്ക്കാപ്പം മീൻസ് പഴംപൊരിയും ചായയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഉച്ചയ്ക്കത്തെ വരെ ആയപ്പോൾ തന്നെ പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യം സത്യം പറഞ്ഞാൽ മറന്നു പോവാണ് ഉണ്ടായത്. പിന്നെ വൈകുന്നേരം നമ്മൾ ശംഖുമുഖത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കടലിലൊക്കെ ഒരുപാട് കളിച്ചു. ഉമ്മാടെ ചെരുപ്പൊക്കെ കൊണ്ടുപോയി, പിന്നെ തിരിച്ചു കൊണ്ടുവന്ന് തന്നു. അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കുന്നില്ലല്ലോ, നമ്മൾ എന്നും ചെയ്യുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിനെപ്പറ്റി വലിയൊരു ഓർമ്മക്കുറവ് എനിക്കുണ്ടായിരുന്നു. ഈ ഉച്ചയ്ക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്നപ്പോൾ പണിയെടുക്കണ്ട എന്നുള്ള രീതിയിൽ പോലും ഞാൻ എടുത്തെന്ന് തോന്നുന്നു കേട്ടോ വീഡിയോ നല്ല രീതിക്ക്. പക്ഷേ അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പോകുന്ന വഴിക്ക് ഫോണൊക്കെ ചാർജ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ശംഖുമുഖത്ത് പോകുമ്പോൾ. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കുന്ന കാര്യം. അങ്ങനെ ഞാൻ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ 1 ലിറ്റർ പാലാണ് ഞാൻ ആദ്യം തിളപ്പിക്കാനായിട്ട് വെച്ചത്. ആദ്യം 1 ലിറ്റർ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചു. അതിനുശേഷം ബർമസലി വറുത്തു, നെയ്യിൽ വറുത്ത് പ്രത്യേകം മാറ്റിയതിന് ശേഷം നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വറുക്കണം കേട്ടോ. അതാണ് നമ്മുടെ പായസത്തിനൊരു ഭംഗി കിട്ടുന്നത്. അതിനുശേഷം പായസം നമ്മൾ ക്യാരമൽ ചെയ്തിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കിയത് കേട്ടോ. നമ്മൾ ക്യാരമൽ ചെയ്ത് പായസം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകമായിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്, കളറും കിട്ടുന്നുണ്ട്, ടേസ്റ്റും കിട്ടുന്നുണ്ട് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. സിമ്മിലിട്ടാണ് നമ്മുടെ ബർമസലി ഞാൻ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്യിൽ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് നമ്മൾ വറുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വറുത്ത ഉടനെ നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. അങ്ങനെ ഞാൻ പായസം ക്യാരമലൈസ് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ പാലൊഴിച്ചു കേട്ടോ.
നല്ല പാലൊഴിച്ച് കുറച്ച് പാലൊഴിച്ച് ആദ്യം ആ കാരമലൈസ് ആയതൊന്ന് കട്ട പിടിക്കും. ആ കട്ട പിടിച്ചതും ഒന്ന് അലിയുന്നത് വരെ നമ്മളതൊന്ന് ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. അതിനുശേഷം ഈ കാരമലൈസ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ നല്ല തിളച്ച പാലല്ലേ ഒഴിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇത് നല്ല രീതിയിൽ അങ്ങ് കട്ട പിടിക്കുന്നത്. അപ്പോൾ ഈ തിളച്ച പാൽ ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ കട്ട അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് പിന്നും ടൈം എടുക്കും. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് ആ പാൽ നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ബർമസറി ഇട്ട് ആദ്യം ഞാൻ ഈ 1 ലിറ്റർ പാലിൽ അത് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 ലിറ്റർ പാലിൽ വേവിച്ചതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ബാക്കിയുള്ള ഇതൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചിക്കൻ ഫ്രൈ ഒക്കെ പിന്നെ ഉണ്ടാക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ചു. പിന്നെ 1 മണി ആയി കേട്ടോ. പിന്നെ പെട്ടെന്ന് അവർക്ക് ഫുഡൊക്കെ കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് പിന്നെ ഫാസ്റ്റായിട്ട് നമ്മളെല്ലാം ചെയ്യുമായിരുന്നു. ഞാനത് ആ പായസം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്, പാലിലൊക്കെ ഒഴിച്ച്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് ഏലക്കയും ഇട്ടു. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഈ പായസത്തിൽ യൂസ് ചെയ്തിട്ടില്ല. ആകെ യൂസ് ചെയ്തെന്ന് പറയുന്ന പാല് 1.5 ലിറ്റർ പാല് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബർമസലി ചൗവരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദം പൊട്ടിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ദം ബിരിയാണി തന്നെയാണ് കേട്ടോ. അങ്ങനെ ദം പൊട്ടിക്കുകയാണ്, ബഹ്റിൻ സ്റ്റൈൽ ദം ബിരിയാണി. ദം പൊട്ടിച്ചപ്പോൾ തന്നെ അവിടെയൊക്കെ നല്ലൊരു മണമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വാപ്പ കുറച്ചെടുത്ത് കഴിച്ചു നോക്കി. നമ്മൾ ഇത്രയെന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുന്ന വാപ്പ കഴിച്ച് നോക്കുന്നത് കണ്ടപ്പോൾ എനിക്കും കഴിക്കണമെന്ന് തോന്നി. ഞാനും കുറച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ ചോറൊക്കെ കറക്റ്റ് വേവാണ് കേട്ടോ. കറക്റ്റ് വേവിൽ നല്ല ഒന്നിനെ ഒന്ന് തൊടാത്ത രീതിയിൽ തന്നെ നമുക്ക് ചോറ് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. ബിരിയാണിക്ക് അത്യാവശ്യം കളറുണ്ടായിരുന്നു, ടേസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി തറയിലിരുന്നാണ് കേട്ടോ കഴിച്ചത്. എല്ലാവരും കൂടി നമ്മൾ പ്ലേറ്റിലൊക്കെ വെച്ചു. ആദ്യം വാഴയില വെട്ടി കഴിക്കാം എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. പക്ഷേ പിന്നെ വാഴയില വെട്ടണം, അത് പാടല്ലേ, നമുക്ക് എല്ലാവർക്കും ഇരുന്ന് കഴിക്കാൻ എത്തത്തില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ പ്ലേറ്റിൽ തന്നെ തറയിലെല്ലാം സെറ്റ് ചെയ്തു. പ്ലേറ്റൊക്കെ കൊണ്ടുവച്ച് എല്ലാവരും ചുറ്റും കൂടി ഇരുന്നാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇത് ഇങ്ങനെ കഴിക്കുന്ന ഒരു രസം. പിന്നെ നമ്മൾ ഡൈനിങ് ടേബിളിലാണ് ഇരുന്ന് കഴിക്കുന്നതെങ്കിൽ എന്തായാലും ആദ്യം ഒരു 6 പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളവർ അത് കഴിഞ്ഞ് കഴിക്കണം. അപ്പോൾ ആ ഒരു രസം കിട്ടത്തില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ചോറെടുത്ത് കഴിച്ച് നോക്കുകയാണ് കേട്ടോ, ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി. നല്ല ടേസ്റ്റായിരുന്നു. ഉപ്പോ എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. ഉപ്പും എല്ലാം കറക്റ്റായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് വിളമ്പി വെച്ചു. ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, സലാഡ് ഉണ്ടായിരുന്നു, അച്ചാർ മാത്രം ഇല്ലായിരുന്നു കേട്ടോ. കഴിക്കാനിരുന്ന ടൈമിലാണ് അച്ചാറിൻ്റെ കാര്യം ഓർത്തത്. പിന്നെ ഇരുന്നിട്ട് പിന്നെ എണീച്ച് കടയിൽ പോകാൻ വയ്യാത്തത് കൊണ്ട് ഉള്ളത് കൂട്ടി കഴിക്കാം എന്നുള്ള രീതിയിലേക്ക് പോയി. അങ്ങനെ എൻ്റെ പ്ലേറ്റിലേക്ക് ബിരിയാണി ഇടുകയാണ് കേട്ടോ. ബിരിയാണിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ കഴിച്ചു. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങൾ ശംഖുമുഖത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ഇതൊരു നമുക്കൊരു വീഡിയോ ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ഞാൻ തുടങ്ങിയൊരു ചാനലാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം വീണ്ടും കാണുന്നവരെ ബായ്.